ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമായി ആശാവർക്കർമാരുടെ സമരം കൊണ്ടെത്തിച്ചു. കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ബദലായി ഞങ്ങൾ തുടങ്ങുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ കളക്ട്രേറ്റ് മാർച്ച് നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന CI2 CPM പ്രാദേശിക നേതാക്കൾ വീടുകളിൽ കയറി ആശമാരെ ഭീഷണിപ്പെടുത്തായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ്. ഞങ്ങൾക്ക് പിന്തുണ ഏറുകയാണ്. പൊതുജനം വളരെ പിന്തുണയോടുകൂടി വരികയാണ്. അതുകൊണ്ട് ന്യായമായ സമരം വിജയിക്കുന്നതിന് ചെയ്യണം. നമസ്കാരം. CI2 പ്രവർത്തകർ ആശാപ്രവർത്തകരുടെ സമരത്തിനെതിരെ നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ തിരുവനന്തപുരത്ത് നിന്നും അത്തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരം വക്കത്ത് ആശാ വർക്കർമാരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത്. മിനിച്ചേച്ചി, ഈ മണിക്കൂറിൽ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഈ ആശാ വർക്കർമാരെ വീട്ടിൽ കയറി CI2 പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. അതെ, ഇന്നലെ മുതൽ CI2 CPM പ്രാദേശിക നേതാക്കൾ വീടുകളിൽ കയറി ആശമാരെ ഭീഷണിപ്പെടുത്തായിട്ട് റിപ്പോർട്ടുകൾ വരികയാണ്. ഞങ്ങളാണ് നിങ്ങൾക്ക് ജോലി വാങ്ങിത്തന്നത്, അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം, സമരം ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിലല്ല കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് എന്നൊക്കെയുള്ള പതിവ് വാദങ്ങൾ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് തുടക്കം മുതൽ തുടങ്ങിയ ആദ്യ ദിവസം മുതലുള്ള ഭീഷണിയും കാര്യങ്ങളുമാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ വിവിധ സെൻറ്ററുകളിൽ പഞ്ചായത്ത് വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗ് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പല നടപടികളും നടക്കുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ അതിന് തൃണവൽക്കരിക്കുകയാണ്. സമരശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും സമരശക്തമായി തുടരും. ഞങ്ങൾക്ക് പിന്തുണ ഏറുകയാണ്. പൊതുജനം വളരെ പിന്തുണയോടുകൂടി വരികയാണ്. അതുകൊണ്ട് ന്യായമായ സമരം വിജയിക്കുന്നതിന് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലെ ഒരു ഗ്രൂപ്പിലൊക്കെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങളൊക്കെ വന്നല്ലോ. നിരന്തരം ഇതുണ്ടോ? എല്ലാ ജില്ലകളിലും ഉണ്ടോ? എല്ലാ ജില്ലയിലും. ആലപ്പുഴയിൽ ഇന്നിപ്പോൾ നമ്മൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ബദലായി ഞങ്ങൾ തുടങ്ങുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ കളക്ട്രേറ്റ് മാർച്ച് നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നത്. അതിനെയും ആശമാർ തള്ളിക്കളയാണ്. ഇതിപ്പോൾ പാർട്ടി തലത്തിൽ തന്നെ ഈ അരാജക സംഘടനയാണ്. അത്തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പറയുന്നത് വഴി അവർ സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അവരുടെ നിലപാടുകളെ വീണ്ടും പരിശോധിക്കാനുള്ളൊരു അവസരമായി ഇത് മാറിയിരിക്കുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമായി ആശാവർക്കർമാരുടെ സമരം കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതിനകത്ത് വിറളി പൂണ്ടിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വിറളി പൂണ്ടിട്ട് കാര്യമില്ല. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് സർക്കാരും പാർട്ടിക്കാരും ചെയ്യേണ്ടത്. ഈ പ്രശ്നത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക, ശരിയാണെങ്കിൽ പിന്തുണയ്ക്കുക, അതിനുവേണ്ടി നടപടിയെടുക്കുക. അപ്പോൾ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അതെ, ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അവരുടെ പരമാവധി ന്യായീകരിക്കട്ടെ എന്ന് പറയാനേ ഉള്ളൂ. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പൊതു മര്യാദ, പൊതു ധാർമ്മികതയിൽ ഊന്നിയിരിക്കണം. പക്ഷെ നമ്മുടെ പത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അസ്വാസരം ഉണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായതുപോലെ എനിക്കുണ്ടായ ഒരു അസ്വാസരം ഈ 2 ദിവസം 3 ദിവസം മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാൻ്റെയും 20 മെമ്പർമാരുടെയും ശമ്പളം 1,00,000-ലധികം രൂപ ഒരു മാസം വർദ്ധിപ്പിച്ചു കൊണ്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ കണക്ക് പരിശോധിച്ചപ്പോൾ ചെയർമാന് 2.5 ലക്ഷം രൂപയും പുതുക്കിയത് 3.5 ലക്ഷം രൂപയും. അതിൽ ചില അലവൻസുകൾ ചേർത്തിട്ടില്ല. യാത്രാ ഭത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പത്രങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം 4.25 ലക്ഷം ആകും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ 4.25 എടുക്കുന്നില്ല. 2.5 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷത്തിലേക്കും മെമ്പർമാരുടെ ശമ്പളം 2.25 ലക്ഷത്തിൽ നിന്ന് 3.25 ലക്ഷത്തിലേക്കും പോകുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർക്ക് അടുത്ത മാസം മുതൽ അധികമായി കിട്ടാൻ പോകുന്നത് 1,02,000 രൂപ. ഈ 1,02,000 രൂപ ഉണ്ടെങ്കിൽ 9 ആശാ വർക്കർമാർക്ക് 11,000 രൂപയുടെ വർധന കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കൊല്ലം എന്ന കണക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 12 മാസത്തിൽ ഇവർക്ക് 20 പേർക്ക്
1,02,000 രൂപ വീതം കൂടുതൽ കൊടുത്താൽ അത് 245 ലക്ഷം ആവും, 2.5 കോടി ആവും ഗവൺമെൻറ്റിന്. അതുകൊണ്ട് അത് 2,300 ആശമാർക്ക് ഈ 11,000 വെച്ച് കൊടുക്കാൻ പറ്റും. 20 പേരുടെ ശമ്പള വർധന 2,300 ആശമാരുടെ ശമ്പള വർധനയ്ക്ക് തുല്യമാണ് എന്നുള്ള വളരെ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു വിവരമാണ്, വാർത്തയല്ല, ഇറ്റ്സ് എ ഫാക്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെ പബ്ലിക് മൊറാലിറ്റി അല്ലെങ്കിൽ പൊതുമര്യാദ, പൊതു ധാർമ്മികത എന്ന് നമുക്ക് വിളിക്കുന്നു. മ്ലേച്ഛമായിട്ടുള്ള ഒരു മൊറാലിറ്റിയാണ്, മ്ലേച്ഛമായിട്ടുള്ള ധാർമ്മികത, വൾഗർ മൊറാലിറ്റി എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ആ വൾഗാരിറ്റി, വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അറപ്പുണ്ടല്ലോ, അങ്ങനെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള നയപരിപാടികളാണ്. സീ പ്ലെയിൻ വാങ്ങാനായിട്ട് ബഡ്ജറ്റിൽ വകവരുത്തിയിട്ടുണ്ട്. പണമുള്ളവർക്ക് സീ പ്ലെയിനോ വേറെ ഏത് പ്ലെയിനോ വാങ്ങി ഇവിടെ വന്ന് ഓടിച്ചോട്ടെ, പക്ഷെ അതിന് ഗവൺമെന്റ് എന്തിനു വാങ്ങിക്കൊടുക്കണം? ഗവൺമെന്റിലെ മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും കാറ് വാങ്ങാൻ 100 കോടി രൂപ. ഇപ്പോഴത്തെ കാറുകൾ കണ്ടാൽ തന്നെ പളപളാന്ന് മിന്നുന്ന കാറുകളാണ്. ടൊയോട്ട, കോളിസ്, ഇന്നോവയിൽ കുറഞ്ഞ ഒന്നില്ല. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രി ആയാലും എത്ര ഉദ്യോഗസ്ഥന്മാരായാലും കേരളത്തിൽ, സോഷ്യലിസ്റ്റ് കേരളത്തിൽ ഇന്നോവയിൽ, ജപ്പാന്റെ ഇന്നോവയിൽ കുറഞ്ഞ കാറിൽ മാത്രമേ പൊതു അധികാരികൾ സഞ്ചരിക്കൂ എന്നുള്ളത്. ഇതും ഒരു വൾഗർ മൊറാലിറ്റിയാണ്. കാരണം ഇത്രയധികം സ്ത്രീകൾ, ആശാ വർക്കർമാർ മാത്രമല്ല, അംഗനവാടി സ്ത്രീകളും ഉച്ചക്കഞ്ഞി കൊടുക്കാൻ അവിടെ കഞ്ഞി വയ്ക്കുന്ന സ്ത്രീകളും അവരെ സഹായിക്കുന്നവർ എല്ലാവരും തന്നെ അവരുടെ അധ്വാനത്തിന് ലഭിക്കുന്നത് വേതനമല്ല, ഓണറേറിയം എന്ന ഓമന പേരിൽ പാരിതോഷികമാണ് അവർക്ക് ലഭിക്കുന്നത്. കാരണം അവർക്ക് തൊഴിലാളി അല്ലെങ്കിൽ ജീവനക്കാരി എന്ന സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം അധാർമികതയിൽ ഊന്നിയിട്ടുള്ള പൊതുനയങ്ങളെ മുറുകെ പിടിച്ച് വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അസമത്വം കൂടുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത്. വെറുതെ ഒരു രസത്തിന് വേണ്ടി ഞാൻ തമിഴ്നാട് നമുക്കൊരു മോഡലാണെന്ന് നമ്മൾ പറയില്ല, എങ്കിലും അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നോക്കിയപ്പോൾ അവിടുത്തെ ചെയർമാന് 2.25 ലക്ഷവും ഈ ജാനുവരിയിൽ അവർ പുതുക്കിയ ഇതിൽ 2025 ജനുവരിയിലെ അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2.3 ലക്ഷവും മെമ്പർമാർക്ക് 2.1 ലക്ഷവുമാണ് അവിടെ. അതും വളരെ കൂടുതലാണ്. പക്ഷേ അതിൽ നിന്നും 1 ലക്ഷം കൂടിയിട്ടാണ്, തമിഴ്നാടിനേക്കാളും വലിയ മോഡലാണ് ഞങ്ങൾ എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഇത്. പക്ഷേ അപ്പം ഈ ഒരു പൊതു ധാർമ്മികതയുടെ ഒരു മാനം കൂടി നിങ്ങളും നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഈ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ആണിക്കല്ലുകളായിട്ട് നിൽക്കുന്ന, അടിത്തറയായിട്ട് നിൽക്കുന്ന, അതിനു പുറമെയാണ് നമ്മുടെ ആരോഗ്യ സേവന മേഖലയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരും, കോൺട്രാക്ട് ടീച്ചർമാര്, കോളേജുകളിൽ കൂടി കോൺട്രാക്ട് ടീച്ചർമാരെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന മണിക്കൂറുകൾക്ക് മാത്രം ശമ്പളം നൽകുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ, തൊഴിൽ സംവിധാനത്തിനെ തന്നെ ഉദാരവൽക്കരണത്തിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പ്രത്യേക തരം പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത്.